ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടും സേഫായിട്ടും എല്ലാവരും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് നല്ലൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഈസി ആയിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പ് നല്ല വെട്ടിത്തിളങ്ങി നല്ല പുതിയ അടുപ്പ് പോലെ ആക്കാൻ പറ്റിയ ഒരു ടിപ്സാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. ഒരു സ്പൂൺ നിറച്ച് ബേക്കിംഗ് പൗഡർ എടുക്കുക ഒരു ബൗളിലേക്ക്. അതിനുശേഷം നമ്മൾ ഒരു വലിയ നാരങ്ങ, ഒരു മുഴുത്ത നാരങ്ങ തന്നെ വേണം, അത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഇടുക. അപ്പോൾ നാരങ്ങ പിഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് നല്ലതായിട്ട് ബബിൾ പോലെ വരും. നാരങ്ങയും ബേക്കിംഗ് പൗഡറോടെ ഇടുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ബബിൾ പോലെ പതഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ മിശ്രം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, അതായത് ഗ്യാസിൻ്റെ ടോപ്പിലും അതുപോലെ തന്നെ ഏതെവിടെ ചെളിയുള്ള ഗ്യാസിന് നമുക്ക് പാലൊക്കെ വീണ് നന്നായിട്ട് പാലും അതുപോലെ കഞ്ഞിയൊക്കെ തിളച്ച് തൂവി നന്നായിട്ട് കറയെല്ലാം ആയിട്ട് നന്നായിട്ട് കരിഞ്ഞു പിടിച്ച കുറേ ഭാഗങ്ങളുണ്ടായിരിക്കും. അത് നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് പോകും. പക്ഷേ കുറേ ദിവസം ഇരുന്നത് നല്ല ഇതായിട്ട് കറയായിട്ടിരിക്കുവാണെങ്കിൽ നമുക്കതൊരു 5 മിനിറ്റോളം നമ്മൾ ഈ മിശ്രിതം ഇതിനകത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം നല്ലതായിട്ട് തിളങ്ങി നല്ല സ്റ്റീൽ പാത്രം പോലെ തിളങ്ങി നമുക്ക് നന്നായിട്ട് നല്ല ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങളിത് നല്ലതായിട്ട് എല്ലാ ഭാഗത്തും കറയുള്ള എല്ലാ ഭാഗത്തും നല്ലതായിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ഇത് നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് തേച്ചെടുക്കുക. ഒരു വലിയ നല്ലപോലെ പ്രഷർ ചെയ്ത് തേക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരുന്നതായിട്ട് കാണാം. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അതുപോലെ തേച്ചെടുത്തെടുത്ത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് നല്ല തിളങ്ങി നിൽക്കുന്ന അടുപ്പ് കാണാൻ സാധിക്കും. അപ്പം നല്ലൊരു ടിപ്സാണിത്. എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടായിരിക്കും. നല്ല അടുപ്പ് നല്ല പുതിയതുപോലെ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ. Thank you.